എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തൊട്ട് ഏതെങ്കിലും ഒരു ഗിവവേല് കിട്ടണമെന്ന്. അങ്ങനെ എനിക്കും കിട്ടിയിട്ട് ഒരു കേക്ക്. എനിക്ക് ഗിവവേല് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. തട്ടിപ്പാണെന്ന് എനിക്കൊന്നും അറിയണമെന്നില്ല. പിന്നെ ഇത് വന്നപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. നെയിൽ കിട്ടുന്ന ഒരു പ്രതീക്ഷ കൊണ്ട് ഞാൻ എല്ലാ ഗിവവേലും കമന്റ് ഇടാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കും കിട്ടിട്ടോ ഗിവവേ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ. ഇതൊരു ബ്രൗണി ആയിരുന്നു എന്ന് എനിക്കറിയാം. സെക്കൻഡ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് തുറക്കുമ്പോൾ തന്നെ അതിൽ 2 കിറ്റ്കാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൗണി. പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനായിരുന്നു കേട്ടോ ഇവന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞാൻ ഇവന്റെ മേത്ത് കൊലം വരച്ചു. ആദ്യം ഞാൻ ചിരിക്കുന്ന സ്മൈല് പോലെ ആക്കിയത്. അപ്പൊ എന്നെ പറഞ്ഞത് എല്ലായിടത്തും ചോക്ലേറ്റ് വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഇതുപോലെ ചോക്ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു സ്പൂൺ പോലത്തെ ഒരു സംഭവം എടുത്തിട്ട് എല്ലായിടത്തും അത് പരത്തി. ഇത് ചോക്ലേറ്റ് വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് മുമ്പ് ഗിവ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നതിൽ കമന്റ് ചെയ്തിട്ടോ. ഞാൻ ഇനിയും കമന്റ് ഇടുന്നുണ്ട്, പക്ഷെ കിട്ടുന്ന വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പിന്നെ ഞാനത് ഹാളിൽ കൊണ്ടുപോയിട്ട് മുറിച്ചു. എൻ്റെ ഉമ്മാക്ക് ഇങ്ങനത്തെ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഉമ്മാക്കാണ് കൊടുത്തത്. ഉമ്മാക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ അനിയത്തി കൊടുത്തു. പിന്നെ ഞാൻ കഴിച്ചു. സംഭവം കൊള്ളായിരുന്നു, നല്ല കിട്ടുമായിരുന്നു കേട്ടോ. ഈ കേക്ക് എനിക്ക് കിട്ടാൻ കാരണം താത്ത കേട്ടോ. ഗിവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അയച്ചാലും കമന്റ് ഇട് പറഞ്ഞിട്ട് അങ്ങനെ താത്ത കാരണമാണ് എനിക്കിത് കിട്ടിയത്. താത്ത ഇവിടെ നല്ലതായിട്ട് ഞാൻ മുറിക്കുന്ന സമയത്ത് കളേൻ്റെ കൊടുക്ക് പോയിക്കായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ വീണ്ടും കേക്ക് വേണം പറഞ്ഞിട്ട് കൈ നീട്ടി. അപ്പം ഞാൻ ഉമ്മക്ക് വീണ്ടും കൊടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ പിന്നെ ടേസ്റ്റ് നോക്കായിരുന്നു. പറഞ്ഞ പോലെ സംഭവം നല്ല കിടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ.